ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 21-ാമത്തെ തിരുവചനം. ഇപ്പോൾ വിശപ്പ് സഹിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ തൃപ്തരാക്കപ്പെടും. ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. പരിശുദ്ധ തൃത്വൈക ദൈവത്തിന് സ്തുതി. ഒരു പക്ഷേ ഇന്ന് നമ്മിൽ കുറേ പേരെങ്കിലും വിശപ്പ് സഹിക്കുന്നവരോ കരയുന്നവരോ അല്ലായിരിക്കാം. എന്നാലും ദൈവം അരുളി ചെയ്യുകയാണ്, നമ്മിൽ ആരെങ്കിലും സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ, മാനസിക പ്രയാസങ്ങളിലൂടെ വേദനകളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ, അങ്ങനെയുള്ളവരുടെ കണ്ണുകളിൽ നിന്നും അടർന്നു വീഴുന്ന ഓരോ ചൂടുള്ള കണ്ണുനീർ തുള്ളികളും അവൻ്റെ ആണിപ്പഴുതുകളുള്ള കൈകളിൽ വഹിക്കാൻ അവൻ തയ്യാറാണ്. നമ്മൾ തയ്യാറാണോ അവൻ്റെ സന്നിധിയിൽ നമ്മുടെ ഭാരങ്ങളെ വിശ്വാസത്തോടെ കണ്ണുനീരോടെ ഇറക്കി വയ്ക്കുവാൻ? എങ്കിൽ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായി അവതരിച്ച് നമ്മൾ കടന്നുപോയ, ഒരുപക്ഷെ അതിലും ഭീകരമായ സഹനങ്ങളിലൂടെയും വേദനകളിലൂടെയും കടന്നുപോയ പച്ചയായ മനുഷ്യൻ യേശു. ആ യേശു ഇന്നും ജീവിക്കുന്നു. ആ നസ്രായൻ നമ്മളോട് പറയുകയാണ്, ഇപ്പോൾ നിങ്ങൾ സഹിക്കുന്ന വിശപ്പ് ചിലപ്പോൾ ഒരു ആശ്വാസത്തിനായുള്ള നല്ല വാക്കുകൾക്കായിട്ടുള്ള വിശപ്പായിരിക്കാം, ഒരുപക്ഷെ സ്നേഹത്തിനുള്ള വിശപ്പായിരിക്കാം, ജീവിതത്തിൽ എപ്പോഴോ എങ്ങനെയോ നഷ്ടപ്പെട്ടു പോയ സന്തോഷത്തിനുള്ള വിശപ്പായിരിക്കാം, സാമ്പത്തിക ക്ലേശങ്ങളിൽ നിന്നും ഒരു ശാശ്വത മോചനത്തിനായുള്ള ആഗ്രഹമായിരിക്കാം, കുമിഞ്ഞുകൂടുന്ന കടങ്ങൾ അതിൽ നിന്നും ഒരു മോചനത്തിനായുള്ള വിശപ്പായിരിക്കാം, പെട്ടുപോയ കേസുകളിൽ നിന്നും ഒരു വിടുതലിനായുള്ള വിശപ്പായിരിക്കാം, ഒരുപക്ഷെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയുള്ള വിശപ്പായിരിക്കാം. നമ്മുടെ വിശപ്പ് അത് എന്തു തന്നെയായാലും നമ്മുടെ വിശപ്പ് കാണുന്ന, വിശപ്പ് അനുഭവിച്ച ദൈവം, ആ ദൈവം നമ്മളോട് വാഗ്ദാനം ചെയ്യുകയാണ്, ഞാൻ നിങ്ങളെ തൃപ്തരാക്കും എന്ന്. വീണ്ടും നമ്മുടെ കർത്താവ് പറയുകയാണ്, ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന്. രോഗത്തിൻ്റെ കാഠിന്യത്താൽ, വേദനയാൽ കരയുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? സ്വന്തമെന്ന് കരുതിയവർ ഉണ്ടാക്കിയ മുറിവുകളാൽ ഹൃദയം തകർന്ന് കരയുന്നവനാണോ ഞാൻ? എൻ്റെ എല്ലാമെല്ലാമായിരുന്ന ഇണ നഷ്ടപ്പെട്ട് ഒറ്റപ്പെടലിൻ്റെ നടുക്കടലിൽ സങ്കടത്തിൽ കരയുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? എൻ്റെ ഓമന പൈതൽ നഷ്ടപ്പെട്ടതിൽ കരയുന്നവനാണോ ഞാൻ? അപകടങ്ങളാൽ, ദുരന്തങ്ങളാൽ, ശരീരത്തിൻ്റെ വേദനയാൽ, മനസ്സിൻ്റെ വേദനയാൽ അടക്കിപ്പിടിച്ച് കരയുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? പല വിധത്തിലുള്ള പഴയ ഓർമ്മകൾ എന്നിൽ കണ്ണുനീർ കൊണ്ടുവരുന്നുണ്ടോ? എൻ്റെ കാരണങ്ങൾ എന്തു തന്നെയായാലും സങ്കടത്തിൻ്റെ കണ്ണുനീർ തുടയ്ക്കുവാൻ, എൻ്റെ സങ്കട കണ്ണുനീർ ആനന്ദത്തിൻ്റെ കണ്ണുനീരാക്കി മാറ്റുവാൻ സാധിക്കുന്നവൻ്റെ തിരുമൊഴിയാണ് ഞാൻ ഇന്ന് കേട്ടത്. എന്നെ അവൻ വിളിക്കുന്നു ഒരു ഭാഗ്യവാൻ എന്ന്. വിശ്വസിക്കുവാൻ ഒട്ടും സാധിക്കാത്ത ഒരു തിരുവചനം അല്ലേ? എൻ്റെ ഈ അവസ്ഥയിൽ ഈ പറഞ്ഞ മൊഴിയുടെ യാഥാർത്ഥ്യം തിരിച്ചറിയുവാൻ അത്ര എളുപ്പമല്ല. എങ്കിലും എൻ്റെ അവനിലുള്ള വിശ്വാസം, ആ വിശ്വാസം എന്നെ അവൻ്റെ ദൈവരാജ്യത്തിലെ ഒരംഗമാക്കുന്നു. അങ്ങനെ അവൻ്റെ ദൈവരാജ്യത്തിലുള്ള എൻ്റെ ദുഃഖം അത് ദൈവഹിതപ്രകാരമുള്ള ദുഃഖമാണ്. ആ ദുഃഖം എന്നെ ഒരു യഥാർത്ഥ മാനസാന്തരത്തിലേക്ക് നയിക്കുവാനും അതിൻ്റെ ഫലമായി ഞാൻ ദൈവരാജ്യത്തിലെ സന്തോഷത്തിന് അർഹനാകുന്ന നിമിഷം തീർച്ചയായും ഞാൻ ഭാഗ്യവാനാണ്. ഒരുപക്ഷെ എൻ്റെ സഹജീവികളുടെ കണ്ണിൽ ഞാൻ ഭാഗ്യവാനാകണം എന്നില്ല, മറിച്ച് എൻ്റെ യേശുവിൻ്റെ കണ്ണിൽ ഞാനൊരു ഭാഗ്യവാനാണ്. നമ്മുടെ കണ്ണുനീരിനിടയിലും ആ ഭാഗ്യത്തിൽ ജീവിക്കുവാൻ നമുക്ക് അവനിൽ പരിപൂർണമായും ആശ്രയിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.